ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാകുന്നു. BJP നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ഹിന്ദു ഐക്യവേദിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നാമജപ പ്രതിഷേധവും തുടരുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യമുന്നയിച്ചുമാണ് നാമജപ ഘോഷയാത്രകൾക്ക് സമാനമായ ഭക്തരുടെ പ്രതിഷേധം ഉയരുന്നത്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, അതായത് ഇതിൽ അടിമുടി ക്രമക്കേടെന്ന് ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും വ്യക്തമാവുകയാണ്. കോടതി പോലും അത് ചൂണ്ടിക്കാട്ടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു. ഇപ്പോൾ BJPയും ഹൈന്ദവ സംഘടനകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും രാജിവെക്കണം, CBI അന്വേഷണം ഉറപ്പായും വേണം. പ്രതിഷേധം അങ്ങനെ ആളിപ്പടരുകയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം, ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധമൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. BJP നാളെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. വിവരങ്ങൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഒരു വലിയ മലയുടെ കുന്നിടിഞ്ഞു വീഴുന്ന സമാനമായ രീതിയിലാണ് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള സംഭവങ്ങളാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അത് അടിമുടി ദുരൂഹതകളാണ്, അടിമുടി ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ നീങ്ങുന്നത്, ഹൈന്ദവ സംഘടനകൾ നീങ്ങുന്നത്, ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും നാമജപ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP പ്രതിഷേധ മാർച്ചുമായി എത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് കൃത്യമായൊരു CBI അന്വേഷണം. കാരണം സ്വർണം പോയത് തമിഴ്നാട്ടിലേക്കാണ്, സംസ്ഥാനം കടന്നുപോയ സംഭവമാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ അന്വേഷണം വേണ്ടത് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നാണ്. CBI അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി അന്വേഷണം നടത്തണം. കുറ്റക്കാരാരൊക്കെയാണെങ്കിൽ പോലും അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ തന്നെ സംസ്ഥാന നേതൃത്വം അടക്കം, CPMന്റെ സംസ്ഥാന നേതൃത്വത്തെ അടക്കം രൂക്ഷമായി BJP വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPMന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ അടക്കമുള്ളവർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. ദേവസ്വം മന്ത്രി പല ഘട്ടങ്ങളിലും തൻ്റെ ഭാഗം ശരിയാണ്, അല്ലെങ്കിൽ താൻ ഉള്ള സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ല, അതിനു മുമ്പാണ് ഇതൊക്കെ നടന്നത് എന്ന് പറഞ്ഞ് കൈകഴുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അടക്കമുള്ളവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, രാജിവെക്കണമെന്നുള്ളതാണ് BJPയുടെ ആവശ്യം. സമാനമായ രീതിയിൽ നാളെ രാവിലെ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്യും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ആ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ UDFന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയാണ്. നമ്മൾ ഇന്നലെ നിയമസഭയിൽ കണ്ടതാണ്. ചോദ്യോത്തരവേള അടക്കം സ്തംഭിച്ചുകൊണ്ട് റദ്ദാക്കുന്ന രീതിയിലേക്ക് ശബരിമല വിഷയം ആളിക്കത്തി എന്നുള്ളതാണ് സഭയ്ക്കകത്ത്. ഇന്നും സമാനമായി ചോദ്യോത്തരവേളയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധം സഭയ്ക്കകത്ത് ആളിപ്പടർത്താനാണ് UDFന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഇത് സമാനമായി അടിയന്തര പ്രമേയമായി ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ച വിഷയം കൊണ്ടുവന്നപ്പോൾ അന്ന് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്, കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അത് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ അന്നത് വലിയ രീതിയിൽ തർക്കത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ പോയി. അപ്പോൾ ഇനി ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുന്നതിന് സാഹചര്യമില്ല. സമാനമായി തന്നെ ചോദ്യോത്തരവേളയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നിയമസഭയിലും ആളിക്കത്താൻ പോകുന്നത്. കൂടാതെ തന്നെ ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നുള്ളതാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്കറിയാം. ശബരിമല വിഷയം, ശബരിമലയിൽ യുവതീ പ്രവേശനം ഉണ്ടായപ്പോൾ ഉണ്ടായ രീതിയിലുള്ള സമാനമായ നാമജപ ഘോഷയാത്രകൾ അടക്കമുള്ള പ്രതിഷേധ പരിപാടികളാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കുറ്റം ആരോപിച്ചുകൊണ്ട് ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിമാർ അടക്കമുള്ളവർ ഈ അന്വേഷണ പരിധിയിൽ വരണം, അവരുടെ ഇടപെടലുകൾ അടക്കം അന്വേഷിക്കണം. എന്താണ് ശബരിമലയിൽ നടന്നത്? വിജയ് മല്യ കൊണ്ട് നൽകിയ സ്വർണം എവിടെ പോയി? അതിനുശേഷം നൽകിയ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ചെന്നൈക്ക് പോയ സ്വർണത്തിൽ എന്താണ് ഒരു മാസത്തെ കാലതാമസം ഉണ്ടായത്? എവിടൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുവച്ചത്? അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അത് മാത്രമല്ല, ഒരു CBI അന്വേഷണം നടത്തിക്കൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ ശബരിമലയിലുള്ള മറ്റ് വകകളും കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതൊക്കെയുള്ള ഒരു ആവശ്യം കൂടി BJPയും മറ്റ് ഹൈന്ദവ സംഘടനകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ആചാര സംരക്ഷണത്തിനായി, ശബരിമല സംരക്ഷണത്തിനായി ഭക്തർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് വീണ്ടും. അതും സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയുമാണ്
എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളും ആളിക്കത്തുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സർക്കാർ പ്രതിരോധത്തിലാണ്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സഭയ്ക്കകത്തോ പുറത്തോ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയമായി നിൽക്കുന്നത്. കാരണം ഇന്നലെ നിയമസഭയിൽ ഈ വിഷയം വരുമ്പോൾ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി സഭയിലില്ല. അതിനുശേഷം മുഖ്യമന്ത്രി സഭയിൽ വരുമ്പോഴും ഈ വിഷയം ആളിക്കത്തിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി കവർച്ചയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കം വലിയ പ്രതിഷേധത്തിലാണ്. മറുവശത്ത് നാളെ BJP ക്ലിഫ് ഹൗസിലേക്ക് വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.